ഇന്നിപ്പോൾ സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നല്ലോ. അപ്പോൾ ഞാനിപ്പോൾ രാവിലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അധികം വ്യൂസ് ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ എത്ര പേര് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ വൈകുന്നേരം കുട്ടികൾ പാമ്പും കോണി സ്നേക്ക് കാലണ്ടർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വേഗം തീ കത്തിച്ച് കുളിക്കാനായിട്ട് അപ്പോൾ പേരയ്ക്ക ചെത്തി കൊടുത്തേക്കായിരുന്നു. പേരയ്ക്ക കഴുകി നന്നായിട്ട് ഉപ്പ് വെള്ളത്തിലിട്ടൊക്കെ കഴുകി വെള്ളത്തിലിട്ടൊക്കെ വെച്ച് പെയിഞ്ചിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പുട്ട് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. വേഗം തേങ്ങ പൊതിച്ച് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുട്ട് വേഗം നനച്ചെടുക്കുകയാണ് കേട്ടോ. ഇതിലങ്ങനെ ഡെയിലി ഒന്നും വരാറില്ല, വല്ലപ്പോഴും വരാറില്ല. അപ്പം ഞാൻ വരാൻ പറഞ്ഞത് കൊണ്ട് വന്നതാണ് കേട്ടോ. ഇതെന്ന് വെച്ചാൽ 8ാം ക്ലാസ്സിലായതുകൊണ്ട് പഠിക്കാനൊക്കെ അത്യാവശ്യം ഉണ്ടാവില്ല. 1ാം ക്ലാസ്സിലെ കുട്ടിക്ക് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് പഠിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ കൂട്ട് ഗോതമ്പ് പൊടി കൊണ്ടാണ് നമ്മൾ നനയ്ക്കുന്നത്. മറ്റേ റാഗിയല്ലല്ലോ, ധാന്യപ്പൊടി കൂടെ ആഡ് ചെയ്യാറുണ്ട്. ധാന്യപ്പൊടി ഞാൻ ഇത്തിരി ഗോതമ്പ് പൊടി ഇട്ടപ്പോൾ ഇത്തിരി കൂടിപ്പോയി, അപ്പോൾ ധാന്യപ്പൊടി എടുത്തില്ല. അപ്പോൾ ഇതുകൊണ്ട് തന്നെ വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് അപ്പോൾ ഒരു പാത്രത്തിനകത്ത് കുക്കറിൽ വെച്ചിട്ടുണ്ട് വെള്ളം, അത് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അപ്പുറത്ത് അമ്മ ചോറ് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. തീ അവിടെ കിടന്ന് കത്തുന്നുണ്ട്. അപ്പോൾ കറണ്ട് ഇല്ലാത്ത കാരണമാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. കറണ്ട് പോയി പെട്ടെന്ന്, ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോയി. ഇന്ന് പകലല്ല, ഉച്ച തിരിഞ്ഞ് തൊട്ട് ഒരു 2 മണി 2:30 തൊട്ട് ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകണ്ടായി. 10 മിനിറ്റ് പോകും, പിന്നെ വീണ്ടും വരും. അപ്പോൾ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് കറണ്ട് വരാതിരിക്കുകയെന്ന് വിചാരിച്ചു. അപ്പോൾ ഏകദേശം ഒരു 6 മണിക്ക് ആയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് എൻ്റെ കെട്ടിയ പണിയൊക്കെ കഴിഞ്ഞ് വന്ന് പുട്ടും പഴവും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ എടുക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഒരു ചിരിയൊക്കെ വന്നു ചെറുതായിട്ട് മുഖത്ത്. അപ്പോൾ ഞാൻ വേഗം പുട്ട് കുത്തിയിട്ട് ഞാനും കഴിക്കാൻ കേട്ടോ. ഞാൻ പഴം എടുക്കില്ല, കട്ടൻ ചായ കൂട്ടിയെ കഴിക്കാം. എനിക്ക് പഴം കൂട്ടി കഴിക്കുന്ന ഇഷ്ടം. അതിനിടയിൽ സാൻ്റെ മോളും കൂടെ സൈക്കിളൊക്കെ ചവിട്ടിയിട്ട് വീണായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ നോക്കിയത്. അവിടെ പോകുന്ന വഴിക്ക് 2ആളും കൂടെ സൈക്കിൾ ചവിട്ടി നടക്കുന്നുണ്ട്. എബിനും കൊടുത്തു, കുട്ടനും കൊടുത്തു. എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ മോന് പുട്ടും കൊടുത്തു. അവനെ ഞാൻ വീഡിയോ എടുത്തില്ല എന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവൻ പറഞ്ഞു അവൻ എടുക്കണ്ട, പിന്നെ നമ്മൾ അങ്ങനെയൊക്കെ നോക്കണമല്ലോ. അപ്പോൾ വേഗം പരിപ്പ് കൂട്ടാൻ കാച്ചാനായിട്ട് ഉള്ളി നന്നാക്കിയെടുക്കാം കേട്ടോ. പരിപ്പ് കൂട്ടാൻ വേറെ ചെറുപയറുണ്ട്. അപ്പോൾ ചെമ്മീൻ കറി കഴിഞ്ഞു. ചെമ്മീൻ സബോള തക്കാളിയും കൂട്ടിയിട്ട് വെച്ച കറി കഴിഞ്ഞു. അപ്പോൾ വേഗം പരിപ്പൊക്കെ കാച്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് പരിപ്പൊക്കെ ആഡാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളെ കൂടെ കൂട്ടുക, സപ്പോർട്ടാക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണട്ടോ. ബൈ ബൈ.